റിപ്പോർട്ട് ബ്രേക്കിംഗ്. സർക്കാരിനെതിരെ നിലമ്പൂരിൽ പ്രചാരണത്തിനൊരുങ്ങി ആശാവർക്കർമാർ. സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ലെന്ന മുദ്രാവാക്യം ഉയർത്തി ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണം നടത്തും. ആശമാരുടെ സംഘം ജൂൺ 12-ാം തീയതി നിലമ്പൂരിൽ എത്തും. സുനിഷ അയിലൂടെ കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, ആശാമാരുടെ സംഘവും നിലമ്പൂരിലേക്ക് എത്തുകയാണ് പ്രചരണത്തിനായി. അങ്ങനെ അവരൊരു രാഷ്ട്രീയ പോരാട്ടത്തിൽ പങ്കാളികളാവുകയാണ് നേരിട്ട് ആശാവർക്കർമാരല്ലേ? അതെ അരുൺ, ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കൂടി ആശാവർക്കർമാർ കടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മാസങ്ങളായി സർക്കാരിനെതിരായ സമരങ്ങൾ ആരംഭിച്ചിട്ട് പക്ഷെ അതിലൊരു നടപടിയും ഉണ്ടാകാത്തതിന് പിന്നാലെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യാം. നേരത്തെ തന്നെ സംസാരിച്ചപ്പോൾ പ്രചരണത്തിന് ഇറങ്ങേണ്ടത് ആലോചിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ആലോചന തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ്. ജൂൺ 12-ാം തീയതി ആശാവർക്കർമാർ, ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ പ്രചരണ പരിപാടികളിലേക്ക് കടക്കുന്നു. നിലമ്പൂർ മണ്ഡലത്തിലെത്തി പ്രചരണം നടത്തുമെന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ അപമാനിച്ചവർക്ക് വോട്ട് വേണ്ട എന്നുള്ളത് തന്നെയാണ് പ്രചരണം. ആശാ സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം എന്നുള്ളതാണ്. ഈ സമരസമിതിയുടെ നേതാവ് എസ് മിനിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രചരണം നടത്തുന്നത്. വോട്ടർമാരെ നേരിട്ട് കണ്ടും വീടുകളിൽ കയറിയും ഈ പ്രചരണം നടത്തുക എന്നുള്ളത് തന്നെയാണ് ആശാവർക്കർമാർ ആലോചിക്കുന്നത്. നേരത്തെ തന്നെ എം സ്വരാജ് ഈ ആശാസമരം നടത്തുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നത് സർക്കാരിനെതിരെ മാത്രം സമരം ചെയ്യുന്നതിൽ തെറ്റുണ്ട്. അതായത് കേരള സർക്കാരിനെതിരെ മാത്രം എന്തിനാണ് സമരം ചെയ്യുന്നത്, കേന്ദ്രത്തിനെതിരെയല്ലേ സമരം ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ തന്നെ എം സ്വരാജ് പറഞ്ഞിരുന്നു. അതിനെതിരെ വ്യാപകമായി തന്നെ ഈ സമരസമിതി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എം സ്വരാജിനെതിരെ സർക്കാരിനെതിരെയുള്ള പോരാട്ടമായി അപമാനിച്ച ആശാവർക്കർമാരെ അപമാനിച്ച സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ട് എം സ്വരാജിനെതിരെയുള്ള ഒരു പ്രചരണമായി മാറ്റാനുള്ള ആശാവർക്കർമാരുടെ തീരുമാനം എന്നുള്ളതാണ്. അടുത്ത ദിവസം തന്നെ ഇപ്പോൾ അവരുടെ രാപ്പകൽ സമരയാത്ര ആരംഭിച്ചിട്ടുണ്ട്. അത് പത്തനംതിട്ടയിലേക്ക് എത്തി. നിലമ്പൂർ എത്തിയപ്പോഴൊക്കെ തന്നെയും പല ഭാഗങ്ങളിൽ നിന്നുള്ള സ്വീകരണ പരിപാടികൾ അടക്കമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പത്തനംതിട്ട എത്തി നിൽക്കുന്നു. എങ്കിൽ പോലും സമരം തുടരും. ഈ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിലമ്പൂർ എത്തിക്കൊണ്ട് പ്രചരണം നടത്തി സർക്കാരിനെതിരായ പോരാട്ടം കടുപ്പിക്കുക എന്നത് തന്നെയാണ് ആശാവർക്കർമാർ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ 12-ാം തീയതി മുതൽ പ്രചാരണത്തിന് ഇറങ്ങുന്നത്. അരുൺ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ആശാവർക്കർമാരിലെ ഒരു വിഭാഗം സമരം ചെയ്യുന്ന SUC വിഭാഗത്തിനുമാണ് ഇപ്പോൾ നിലമ്പൂരിലേക്ക് എത്തി രാഷ്ട്രീയ പ്രചരണത്തിൽ കൂടി പങ്കാളികളാകാൻ പോകുന്നത്. ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ വീടാന്തരം അവർ വോട്ട് ചോദിച്ചായിരിക്കും പ്രചരണം നടത്തുക.